51 യുവതികൾ ശബരിമലയിൽ ദർശനം നടത്തിയെന്ന സർക്കാരിന്റെ പട്ടികയിൽ അവ്യക്തത. ദർശനം നടത്തിയെന്ന് പറയുന്ന പലരും പറയുന്നത് തങ്ങൾക്ക് 50 വയസ്സിന് മുകളിൽ പ്രായമുണ്ടെന്നാണ്. എന്നാൽ യുവതികൾ ദർശനം നടത്തിയതിന്റെ ഇലക്ട്രോണിക്സ് തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ടെന്നാണ് സർക്കാർ കോടതിയെ അറിയിച്ചത്. അത് എന്താണെന്ന് വ്യക്തമാക്കിയിട്ടുമില്ല. പലരും സുരക്ഷാ ഭീഷണി ഭയന്ന് പ്രായം മറച്ചു വെക്കുകയാണെന്നും ആക്ഷേപമുണ്ട്. ഇത് സംബന്ധിച്ച കൂടുതൽ വ്യക്തതകൾ വരുത്തേണ്ടിയിരിക്കുന്നു. കേരളത്തിൽ നിന്നുള്ള ആരും പട്ടികയിലില്ല എന്നതും ശ്രദ്ധേയമാണ്. ആന്ധ്ര, തമിഴ്നാട്, കർണാടക, തെലങ്കാന, പുതുച്ചേരി, ഗോവ എന്നിവിടങ്ങളിലെ യുവതികളാണ് ദർശനം നടത്തിയതെന്നാണ് സർക്കാരിന്റെ പട്ടികയിൽ പറയുന്നത്. പട്ടികയിലെ പൊരുത്തക്കേട് സംബന്ധിച്ച് സർക്കാർ ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. പട്ടികയിലുള്ളവർ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തു വന്നവരാണ്. പട്ടികയിലെ വിവരങ്ങളിൽ പൊരുത്തക്കേടുണ്ടെങ്കിൽ സർക്കാരിനത് വലിയ തലവേദനയാകും. എന്നാൽ 51 യുവതികൾ ദർശനം നടത്തിയെന്ന് DGP ലോക്നാഥ് ബെഹ്റ വ്യക്തമാക്കി. തമിഴ്നാട്ടിൽ നിന്ന് 25, ആന്ധ്രയിൽ നിന്ന് 20, തെലങ്കാനയിൽ നിന്ന് 3, കർണാടകയിൽ നിന്ന് 1, ഗോവയിൽ നിന്ന് 2 പേരുമാണ് ദർശനം നടത്തിയത്. പട്ടികയിലെ വിവരങ്ങളും രേഖകളും സർക്കാർ കോടതിയിൽ സമർപ്പിച്ചിട്ടില്ല. അതിനാൽ ഇത് കോടതി രേഖയുമല്ല. അതേസമയം ഇത്രയും പ്രാധാന്യമുള്ള കേസിൽ സർക്കാർ വസ്തുതാവിരുദ്ധമായ വിവരങ്ങൾ സമർപ്പിക്കില്ലെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. എത്ര പേർ ദർശനം നടത്തിയെന്നത് തങ്ങളുടെ വിഷയമല്ലെന്ന് കോടതി പറഞ്ഞു. 10നും 50നും ഇടയിൽ പ്രായമുള്ള 7564 പേരാണ് പോലീസിന്റെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തത്. സർക്കാർ ലിസ്റ്റിലെ ആദ്യ പേരുകാരിയായ പത്മാവതിയുടെ വോട്ടേഴ്സ് ID പരിശോധിച്ചപ്പോൾ 55 വയസ്സാണ് കാണുന്നത്. പലരും വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തിരുന്നു. ഓൺലൈനായി ബുക്ക് ചെയ്തവരെ സംബന്ധിച്ച വിവരങ്ങളിൽ പൊരുത്തക്കേടുണ്ടെങ്കിൽ കോടതിയിൽ തിരിച്ചടിയാകും. സ്ത്രീകളുടെ വയസ്സ് പരിശോധിച്ചിട്ടില്ലെന്നും ഓൺലൈനിൽ അവർ നൽകിയ പ്രായം അതേപടി പ്രസിദ്ധീകരിക്കുക മാത്രമാണ് ചെയ്തതെന്നും കോടതിയിൽ പറഞ്ഞ് സർക്കാരിന് തടി തപ്പാനാകും. എന്നാൽ 50 വയസ്സിന് താഴെയുള്ള യുവതികൾ ഈ പട്ടികയിലില്ലെങ്കിൽ സർക്കാരിന് രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ ഇത് വലിയ ചർച്ചയും പ്രചാരണ വിഷയവുമാകും. യുവതീ പ്രവേശനം സംബന്ധിച്ച റിവ്യൂ ഹർജി പരിഗണിക്കണോ എന്ന കാര്യം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കവെയാണ് സർക്കാർ ഇത്തരത്തിലൊരു പട്ടിക പുറത്തുവിട്ടത്. അതിൽ പൊരുത്തക്കേടുകൾ ഉണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങൾ സർക്കാർ തന്നെയാണ് പുറത്തുവിടേണ്ടത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.